നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ ചതിച്ചവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്ന് പോയവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അവർ ഈ ഒരു റിലേഷനെക്കുറിച്ച്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയോ ബന്ധത്തെയോ കുറിച്ച് ചിന്തിക്കുന്നതുണ്ടോ, അതെന്താണ് അവർ ചിന്തിക്കുന്നതെന്നൊരു എനർജിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രസൻസ് ഈ റീഡിങ്സിൽ ഉണ്ടാവാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് പ്രാർത്ഥിച്ച്, ഏത് വ്യക്തിയെയാണോ നിങ്ങളിതിൽ കണക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫേസും പേരും കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു നന്ദി എന്ന രീതിയിൽ റീഡിങ്സ് കഴിയുമ്പം തീർച്ചയായിട്ടും ഒരു കമൻ്റ് ഇടണം. അതായത് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ പറയുക. കാരണം നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സും റെസനേറ്റ് ആവുകയുള്ളൂ. മാത്രവുമല്ല, നന്ദി ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രപഞ്ചവും നമ്മളുടെ കൂടെ നിൽക്കുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം നിങ്ങളും തിരിച്ച് പ്രപഞ്ചത്തോടും ആ ഒരു നന്ദിയും കടപ്പാടും പുലർത്താൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിത വിജയത്തിനും ഹീലിങ്ങിനുമൊക്കെ പ്രാധാന്യം ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ അടയാളപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷനാണ്. ഇതൊരു ഡിവൈൻ എനർജിയെ ബേസ് ചെയ്തുള്ള റീഡിങ്സ് ആണ്. മൈൻഡ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാറോ റീഡിങ്സ് എന്ന് പറയുമ്പം പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്കുള്ള ജീവിതപാത ഓപ്പൺ ചെയ്യാനുമെല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഏറ്റവും പോസിറ്റീവായ നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്ന എനർജിയാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഏത് ചോദ്യത്തിനും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്, ഡിവൈൻ പ്രസൻസ് ആണ്, ഡിവൈൻ്റെ ഏറ്റവും പവർഫുള്ളാകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അതിൽ നിങ്ങൾ കൊടുക്കുന്ന പൂർണ്ണതയും വിശ്വാസവും പ്രസൻസും, നിങ്ങളുടെ ഒരു പ്രസൻസ്, ഒരു ലൈക്കോ കമൻറ്റോ എനർജിയിലൂടെ നിങ്ങളുടെ ഒരു പ്രസൻസും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത്, നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്നും പോയിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഡിവൈനിന് മുമ്പിൽ കുറ്റസമ്മതം നടത്തേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ്. കാരണം ഒരു ബ്ലെസ്സിങ്സിനെ തേടി ഒരു ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു പേഴ്സണായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൻ്റെ പുറത്തോ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയത്. നിങ്ങളെ ശക്തമാകുന്നൊരു ചീറ്റിംഗ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ലോസ് നിങ്ങളിൽ വരുത്തി ഈ ഒരു പേഴ്സൺ കടന്നുപോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷനിൽ, എന്ത് റിലേഷനായാലും നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും നിങ്ങൾക്കതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ലഭിച്ചില്ല, നിങ്ങൾക്കൊരു ഫലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ സ്റ്റിൽ ആ ഒരു റിലേഷനിൽ എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നു. നിങ്ങൾ ആ ഒരു ബന്ധത്തെ വളരെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിട്ട് തന്നെ കാണുകയും ആഴത്തിൽ വിശ്വസിക്കുകയും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആ ഒരു റിലേഷനിൽ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയി, നിങ്ങളൊരു ന്യൂ പാത ഓപ്പണിംഗ് ആവും, മാറ്റങ്ങൾ വരുമെന്നെല്ലാം ചിന്തിച്ചുവെങ്കിലും എപ്പോഴും ഒരു ലോസ് എനർജി നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം, ഇതെല്ലാം വളരെ ശക്തമായിട്ട് സ്റ്റക്കാക്കി ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്ന് കടന്നുപോയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ബ്ലോക്കേജ് സംഭവിച്ച ഒരു സിറ്റുവേഷൻസ് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്.
ഇവർ മറ്റെന്തോ ഒരു കാര്യത്തിലേക്ക് അതിയായൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മറ്റേതോ സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തതാണ് നിങ്ങളിൽ നിന്ന് പോവാനുണ്ടായ കാരണം. പക്ഷേ അവർക്ക് തടസ്സങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവാകുന്ന സാഹചര്യങ്ങളും ഭയവും എല്ലാം നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം കാണാൻ പറ്റുന്നത്. അവർക്കൊരു സക്സസ് വന്നുവെങ്കിലും ആ സക്സസ് എന്ന് പറയുന്നത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് അനുഭവയോഗ്യമല്ലാതെ ആയിപ്പോയി. അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയപ്പം നിങ്ങളെ വളരെയധികം ചിലപ്പോൾ താഴ്ത്തിക്കെട്ടി നിങ്ങളിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും അവരൊരവസരം തേടിയെടുത്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഒരു പൂർണ്ണതയിൽ ചിലപ്പോൾ ഈ സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ ഒരു സിംഗിൾ എനർജിയൊക്കെ ആണെങ്കിൽ ഒരു മാര്യേജ് പരമാകുന്ന സിറ്റുവേഷൻസ് വരെ എത്തിയിട്ടുണ്ടാവാം. ഒരു ഫാമിലി എനർജീനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സക്സസ് ആയി എന്ന് തോന്നിയ സമയത്താണ് ഈ ഒരു ബന്ധത്തിനകത്തൊരു വീഴ്ച സംഭവിക്കുന്നത്. അതുപോലെ മറ്റേത് റിലേഷനിലാണേലും നിങ്ങളെക്കൊണ്ട് പറ്റും രീതിയിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നെടുത്ത് നിന്നുമാണ് ഇനി ഒന്നും നോക്കണ്ട, തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും തന്നെയാണ് ഈ ബന്ധത്തിന് തകർച്ചയുണ്ടായതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ്. ന്യായത്തിന് വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ ഡിവൈൻ്റെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ ഭയപ്പെടുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. അവർക്ക് ആക്ഷൻ എടുക്കാൻ മുന്നോട്ടേക്ക് പോകാൻ ഉൾഭയമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മായ കർമ്മ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും മരണതുല്യമാകുന്ന വീഴ്ചയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ്ലി അവർ ശരിക്കും പെട്ട് നിൽക്കുക തന്നെയാണ്. ഒരു എൻഡിങ് എനർജിയാണ്. കർമ്മ എൻഡിങ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. കർമ്മ എൻഡിങ് എനർജിയിലാണെങ്കിലും അവർ വളരെ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനു മുൻപേ അവർ സിറ്റുവേഷൻസുകൾ വളരെ മോശമായി അവർ കടന്നു പോയിട്ട് ഒരു എൻഡിങ് എനർജിയിലാണ് നിൽക്കുന്നത്. അത് കർമ്മ ബേസിലായാലും അവർ ചെയ്ത തെറ്റിൻ്റെ ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ കുറ്റസമ്മതമാണ്. അവർക്ക് പറ്റിയ തെറ്റ് അവർ ഏറ്റു പ്രപഞ്ചത്തോട് പറയേണ്ടി വരുന്നത്. അതായത് അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയും ദ ഡെവിൾ എനർജിയും ജഡ്ജ്മെൻറ്റും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അവർ ഇമോഷണലിയാണ് ചീറ്റിംഗ് അനുഭവിച്ചിരിക്കുന്നത്. അവർ ഇമോഷണലിയാണ് അവർ വീഴ്ചയിൽ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അവരുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. അവർക്ക് ഹാർട്ട് ചക്ര വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അതുകൊണ്ട് അവർക്ക് യാതൊരു ഫലവുമില്ല. അവരുടെ ആ ഇമോഷൻസിനെ അറിയാനോ കേൾക്കാനോ അവരെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഒരു എനർജികളെയും കണക്റ്റ് ചെയ്തെടുക്കാനോ സാധിക്കാത്തൊരവസ്ഥയിലാണ്. ദ ഡെവിൾ എനർജി പ്രസൻസിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരൊരു ട്രാപ്പ്ഡ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു പവർ ലോസിംഗ് ആണ്. അവർ ഇമോഷണലി വളരെ ശുദ്ധതയോടുകൂടിയും പവിത്രതയോടുകൂടിയും ഏത് ബന്ധത്തെ നോക്കിയാലും അവിടെയെല്ലാം ഒരു എൻഡിങ് ആണ് സംഭവിക്കുന്നത്. അതായത് നാശം സംഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അവരുടെ ഡബിൾ എനർജി പ്രസൻസിൻ്റെ ഫലമായിട്ടാണ്. അതായത് ഒരിടത്തും അവരെ അംഗീകരിക്കപ്പെടുന്നില്ല. അവരുടെ സത്യസന്ധത, ആത്മാർത്ഥത, അവരുടെ സമർപ്പണ ബോധം ഇതൊന്നും ഒരിടത്തും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെ കാണുന്നത്. കാരണം ജഡ്ജ്മെൻ്റാണ്, ന്യായം നടപ്പിലാക്കിയാണ്. അതായത് അവർ ചെയ്തതിൻ്റെ ഫലം അവരനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അവരിലേക്ക് വന്നു ചേരേണ്ടതും അവർ കൊടുക്കേണ്ടതുമാകുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ബ്ലോക്കാണ്. ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ്. പവർ ലോസിംഗ് ആണ്. അവരെ വിധി പിടിച്ചിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കുകയാണ്. അവരുടെ കറക്റ്റ് ടൈമിൽ തന്നെ അവർ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും
ഹെൽത്ത് പരമായിട്ടാണെങ്കിലും അവർ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നുണ്ട് കേട്ടോ. അവർ മറ്റേതോ ഒരു അദർശ്യ ശക്തി അവരെ ബന്ധിപ്പിച്ച് നിർത്തിയ ഒരു ഫീലിങ്സ് അവർക്കുണ്ട്. കൂടാതെ തന്നെ അവരുടെ ഒരു കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പം അവരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് സ്വീകരിക്കാനോ അത് എക്സ്പീരിയൻസ് ചെയ്യാനോ അവർക്ക് പറ്റാതെ പോകുന്നൊരു സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ ചുറ്റുമുള്ളവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം, അവർക്ക് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണം, അവരിലൂടെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പ്രാവർത്തികമല്ല. അവർക്കതൊന്നും ഒരു പൂർണ്ണതയിൽ എത്തിക്കാനോ അതല്ലെങ്കിൽ അവരുടേതാകുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോകുമ്പോഴോ എല്ലാം അവർക്ക് അവിടെ ഒരു സ്റ്റക്നെസ് ആണ് വരുന്നത്. കാരണം ജസ്റ്റിസ് ആണ് നടക്കുന്നത്. അതായത് ശനിദേവനാണ് നമുക്ക് ജസ്റ്റിസ് എനർജി നടപ്പിലാക്കുന്ന ആൾ. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു പൂർണ്ണതയോടുകൂടി, പിന്നെ അവിടെ ഒരു ഒന്നും നോക്കാത്ത രീതിയിലുള്ളൊരു ജസ്റ്റിസ് ആയിരിക്കും നടപ്പിലാക്കപ്പെടുന്നത്. ആ ഒരു അവസ്ഥയിലാണ് അവരുടെ ഓരോ പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അതായത് പവർ ലോസിങ് ആണ്, ഇരയാക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ്. അവർക്കൊരിക്കലും അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്ക് മനസ്സാക്ഷിക്ക് മുമ്പിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ പുറമെ വളരെ പോസിറ്റീവായിട്ട് പെരുമാറിയും മറ്റുള്ളവരോട് സഹകരിച്ചൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവർക്ക് ചുറ്റും ശത്രുക്കളാണ് എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കുറ്റബോധമുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും മധ്യസ്ഥതയോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷനൊക്കെ നടന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച്, അതല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു മെൻ്റൽ സ്ട്രഗിളിങ്ങിനെക്കുറിച്ചും നിങ്ങൾ എത്ര പ്രഷ്യസ് ആയിരുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ ഈ ഒരു ബന്ധത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി എന്നത് തന്നെയാണ് അവർക്ക് കുറ്റബോധമായിട്ട് ഫീൽ ചെയ്യുന്നത്. ചേർത്ത് പിടിക്കേണ്ടത്, അണച്ചു പിടിക്കേണ്ട കാര്യത്തെ തന്നെയാണ് അകത്തിക്കളഞ്ഞതെന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. നഷ്ടം എത്രത്തോളം വാല്യുബിൾ ആയതാണ് എന്നുകൂടി അവരാഴത്തിൽ അറിയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് മൈൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. മാത്രവുമല്ല അവർക്ക് ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടും അവർക്ക് ചില സമയങ്ങളിൽ സഹകരിക്കാൻ പറ്റാത്ത വിധം അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിലും കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും അവരുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും ഒക്കെ ഒരു അഭാവമാണ്. അതായത് ഒരു പൂർണ്ണതയില്ല. അവിടെയും എല്ലാം ലോസ് എനർജിയാണ്. അതുപോലെ തന്നെ അവർക്ക് സ്വയം കുറ്റബോധവും ഫ്രസ്ട്രേഷൻ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. അവർക്ക് ഫാമിലി ഉത്തരവാദിത്തം അവരുടെ പേരൻസിൻ്റേതാവാം, മറ്റൊരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യവും അവിടെയെല്ലാം അവർക്കൊരു ഡിലേ എനർജിയാണ്. അവർക്ക് അവരുടെ കുടുംബത്തെയോ അവർക്ക് ചുറ്റുമുള്ളവരെയോ ഒന്നും അവർക്ക് പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്തോ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു ഡിലേ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ലോങ് ടൈം സക്സസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വിജയമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പ്രതീക്ഷയോട് കൂടി നിന്ന പല കാര്യങ്ങളും അവരുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ശരിക്കും ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയൊക്കെ അവർ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ്. ശരിക്കും സ്വസ്ഥമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാതെ ഒരു പാതി ഉറക്കത്തിൽ നിന്ന് ഉണരുകയും പിന്നീട് ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരികയും എഴുന്നേറ്റ് നടക്കേണ്ടി വരികയും ഒരു മാനസിക പിരിമുറുക്കം, അതായത് ഒരു ഷെയറിങ് എനർജി ഇല്ല, ആരോടും ഷെയറിങ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു കുറ്റബോധം. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ ബേസ് ചെയ്ത്
പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം. മറ്റുള്ളവരോടത് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിച്ചേരാനും പറ്റുന്നില്ലാത്ത അതുപോലത്തെ ഒരു സാഹചര്യമായതുകൊണ്ട് ശരിക്കും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അവർ ഉത്കണ്ഠപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാൾ എബ്രോഡും ഒരാൾ മറ്റൊരു സ്ഥലത്തുമായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളെ വിജയിച്ചു എന്നുള്ളത്, നിങ്ങളുമായിട്ടുണ്ടാക്കിയ കോൺഫ്ലിക്റ്റിൽ നിങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങൾ നിരാശയോട് പിന്തിരിഞ്ഞു പോയി എന്നുള്ളിടത്ത് നിന്നും ഇപ്പം അവർ വെയിറ്റിംഗ് ചെയ്യുന്ന, നിങ്ങളെ കാത്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് അവർ ചെന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരു പ്രതീക്ഷ അവരിലുണ്ട്. ഇതൊരു പരീക്ഷണമാണെന്നും ഈ പരീക്ഷണത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് തന്നെ കണക്റ്റ് ചെയ്തൊരു ഗുഡ് ന്യൂസ് എനർജി അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസൊക്കെ അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരു ബ്ലോക്ക് ചെയ്തത് അപ്പോഴത്തെ ആ ഒരു സാഹചര്യം വെച്ചും ആ ഒരു മാനസിക വെല്ലുവിളി അനുസരിച്ചുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസും, എന്നാൽ ആ ബ്ലോക്ക് മാറ്റുക എന്നത് അവർക്കിടെ ആ ഒരു കർമ്മ ടൈം അനുസരിച്ചും ഈഗോ അനുസരിച്ചും പറ്റാതെ വരുന്നൊരു സിറ്റുവേഷൻസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. നിങ്ങളെ ഭയപ്പെടുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. കാരണം നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഒന്നിലധികമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നത് അസാധ്യമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും അറിയാമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു പേഴ്സണ് കുറച്ച് അഹങ്കാരവും ഈഗോയും എല്ലാം ഉണ്ടായിരുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം ഈ വ്യക്തിയിലേക്ക് വന്ന പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതും ഈ ഒരു പേഴ്സണ് വലിയൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുമെന്നും ഇവരാരൊക്കെയോ ആണ് എന്നുള്ളൊരു ഭാവമൊക്കെ ഈ ഒരു പേഴ്സണിൽ ഉണ്ടായിരുന്നു. അത് കണക്റ്റ് ചെയ്ത് ഈ ഒരു വ്യക്തി പല രീതിയിലും മതിമറന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, സിറ്റുവേഷൻസിനെ, സാഹചര്യത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ബിഹേവ് ചെയ്ത സിറ്റുവേഷൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു വ്യക്തി ചേഞ്ച് ആവണം എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുക, പുതിയ ചില അവസരങ്ങൾ വരിക, ജീവിതത്തിലെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ ഒരു ഉയർച്ച വരുത്തുക, ഇതിനെക്കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ കറൻറ്റിലെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് ഈ ഒരു പേഴ്സണ് ഭയമുണ്ട്. ജീവിതത്തിൽ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ജീവിത വിജയത്തിന് വേണ്ടിയിട്ടൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു ഭയമുണ്ട്. ഒരു ഇല്യൂഷൻ എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചു പോയ ചില തട്ടുകേടുകളെ ബേസ് ചെയ്ത്, ചില ചീറ്റിംഗ് എനർജി, ലോസ് എനർജിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭയമുണ്ട് ഒരു പേഴ്സണ് ആക്ഷൻ എടുക്കാനായിട്ട്. അതുകൊണ്ട് ശരിക്കും ഒരു സ്പിരിച്വാലിറ്റി എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നല്ലതുപോലെ വിശ്വാസം, പ്രാർത്ഥന, ദൈവത്തിൽ സമർപ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിലൊരാഗ്രഹം നിങ്ങളിലേക്ക് തിരിച്ചു വരിക, പാസ്റ്റിലേക്ക് വന്നെത്തുക, അതായത് കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുക, നല്ലൊരു ആക്ഷൻ എടുക്കുക, ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ളൊരു ഫാസ്റ്റ് തിങ്കിങ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ കറൻറ്റ്ലി അവർ ഈ ഒരു എനർജികളിലെല്ലാം ബേസ് ചെയ്ത് ഒരു സ്പിരിച്വാലിറ്റിയിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ്. അവർ ശരിക്കും ബന്ധന അവസ്ഥയിലാണ്. നല്ലതും ചീത്തയും ഒന്നും അവർക്ക് മനസ്സിലാക്കാനോ സെലക്ട് ചെയ്യാനോ ആക്ഷൻ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സമയമാണ്. അതായത് ജസ്റ്റിസിലാണ് അവർ. അതായത് നീതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കേണ്ട ഒരു ടൈം ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. തേർഡ് പാർട്ടി പ്രസൻസ് ഒന്നും വലിയ കാര്യമായിട്ട് കണക്റ്റഡ് അല്ല ഇപ്പോൾ കറൻറ്റ്ലി. പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളും പ്രോബ്ലംസുകളുമെല്ലാം
അവർ ചിന്തിക്കുന്ന എനർജിയിലുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു തോട്ട്സ്, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കുടുംബ ലൈഫിൽ, അതായത് ഏറ്റവും നല്ല പോസിറ്റീവായതും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയോട് കൂടിയും പ്രൊട്ടക്റ്റഡ് ആയ ഒരു കുടുംബ ജീവിതത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാർട്ട്ണർ ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും ബന്ധത്തെയും, അതായത് നല്ലൊരു കുടുംബ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും സാമ്പത്തികപരമാകുന്ന രീതിയിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുകയും അതുപോലെ നല്ലൊരു മാർഗനിർദ്ദേശം, എപ്പോഴും നല്ലൊരു പ്രൊട്ടക്ഷനും ഗൈഡൻസോട് കൂടിയ ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ലഭിച്ചിരുന്ന ഒരു എനർജി ആയിട്ട്, അതായത് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും മറ്റൊരു സിറ്റുവേഷൻസിലായിരുന്നേനെ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ പാസ്റ്റിൽ സംഭവിച്ചു പോയ ചില തെറ്റിദ്ധാരണകൾ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൽ വന്ന മിസ്റ്റേക്കുകൾ, മറ്റാരുടെയൊക്കെയോ പ്രസൻസുകൾ, കൂടാതെ തന്നെ ഒരുപാട് പ്രതിസന്ധികളും എല്ലാം നിങ്ങളെ ബേസ് ചെയ്ത് പാസ്റ്റിൽ സംഭവിച്ചിരുന്നു എന്നതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോടൊത്ത് ഇമോഷണലി കണക്റ്റഡ് ആയ നിമിഷങ്ങൾ, നിങ്ങളോടൊപ്പം സന്തോഷത്തോടു കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ 24 അവേഴ്സും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഓർമ്മയിലേക്ക് അത് റിപ്പീറ്റ് കടന്നു ചെല്ലുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരൊരു ട്രാപ്പാണോ, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ, നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം കണക്ട് ചെയ്തു പോയാൽ ഒരു ചീറ്റിംഗ് ആണോ അതൊരു ട്രാപ്പ്ഡ് എനർജി ആണോ എന്ന് തെറ്റിദ്ധരിച്ചത് ഏറ്റവും വലിയ ഒരു തെറ്റായ തോട്ട്സ് ആയിരുന്നു. അതൊരു നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു നിങ്ങളെക്കുറിച്ച് അവർ പാസ്റ്റിൽ കരുതിയിരുന്നതെന്നുള്ളതും അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പെയിനായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയി, അതായത് നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമോഷൻസ്, നിങ്ങൾ അവരെ എത്രത്തോളം അൺകണ്ടീഷണലായിട്ട്, അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒന്നും ഒരു വാഗ്ദാനങ്ങളും ഇല്ലാതെ നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചുവോ ആ ആഴത്തിനേക്കാൾ അപ്പുറം നിങ്ങൾ അവരെ വിട്ടുപോയോ എന്നുള്ള ഒരു ചിന്ത അവരെ വളരെയധികം തകർത്ത് കളയുന്ന പോലത്തെ ഒരു ഫീലിങ്സാണ്. അവർ ആ ഒരു കുറ്റബോധം, മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലായി എന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എനർജിയിലേക്ക് മാറി എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും എല്ലാ രീതിയിലും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ്. അതുപോലെ കുറ്റബോധമുണ്ട്, നിരാശയുണ്ട്. ചീറ്റിംഗ് ചെയ്തത്, അവർ ചെയ്ത ഓരോ പ്രവൃത്തികളെയും അവരുടെ മനസ്സാക്ഷി അവരോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഓരോന്നും എണ്ണി അവരുടെ മനസ്സാക്ഷി അവരോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അവരോട് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഭയങ്കര ഒരു നിരാശ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ലൈഫിലേക്ക് അവരൊരു ബന്ധനത്തിലാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൂവ് ഓൺ ചെയ്യണം, അതായത് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കണം, അല്ലെങ്കിൽ ഈ ഒരു കുറ്റബോധം എന്ന് പറയുന്ന അവസ്ഥയിൽ കിടന്ന് തിങ്ങി ഞെരുങ്ങുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കണമെന്ന് ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കത് സാധിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി.